ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൂരി മസാലയാണ്. പ്രത്യേകിച്ച് മാരേജിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന പൂരി മസാലയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും റെസിപ്പി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഞാനിവിടെ അതിനുവേണ്ടി എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, പച്ചമുളക്. അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് അത് നമുക്ക് തൊലിയോട് കൂടി പുഴുങ്ങിയെടുക്കാം. അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് തൊലി കളയുന്നത്. തൊലി കളഞ്ഞ് നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായത് പൂരിയുടെ മാവ് കുഴയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സാധാ ആട്ടയാണ്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 3 സ്പൂൺ റവയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഞാനിങ്ങനെയാണ് കുഴയ്ക്കുന്നത്. ഏകദേശം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്കറിയാൻ പറ്റും. അത് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക. എനിക്ക് 1-2 മിനിറ്റ് മാത്രം മതി ഇത് കുഴച്ചെടുക്കാൻ. അതിനുശേഷം റാൻഡമായിട്ട് നമുക്ക് കുഴച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഡൗ നമുക്ക് റെഡിയായി കിട്ടും. ഞാൻ അങ്ങനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പം റാൻഡമായിട്ട് ഞാൻ ഏകദേശം കുഴച്ച് ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് അത് മാറ്റി വെക്കാം. അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ മസാല നമ്മൾ റെഡിയാക്കുമ്പോഴത്തേന് നമ്മുടെ മാവ് റെഡിയായി കിട്ടും. ഇനിയിപ്പം നമ്മൾ പൊട്ടറ്റോ മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് മസ്റ്റാർഡ് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ജീരകം, അതുപോലെ തന്നെ പെരുംജീരകം രണ്ടും 1/2 സ്പൂൺ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഉഴുന്ന്, അതേപോലെ തന്നെ നമ്മുടെ ചുവന്ന തോരപ്പരിപ്പ് അതും കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഗോൾഡൻ ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്കത് വഴറ്റാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി അതിനകത്തിട്ട് കൊടുക്കാം. അതിനുശേഷം അതിനെ ഒന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴറ്റി കിട്ടും. ഒത്തിരി നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അത് വഴറ്റിയാൽ മാത്രം മതി. ഇനി നമ്മുടെ കരിയാപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മാഷ് ചെയ്ത് എല്ലായിടവും ഒന്ന് പിടിപ്പിക്കാം. അതിനുശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാനിവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒടുവിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ക്യാരറ്റ് വേവേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാനിവിടെ 1 സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി വറക്കേണ്ട കാര്യമൊന്നുമില്ല, പച്ചയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ്. ഈ കറിക്ക് പച്ചമല്ലിയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ അത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പൂരി റെഡിയാക്കണം. അതിന് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഏകദേശം നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി, അധികം കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല, കട്ടിയുള്ള വലിയ ഉരുളകൾ തന്നെ എടുത്ത് പൂരിയുടെ പരുവത്തിൽ അത്രയും മാത്രം പരത്തിയാൽ മതി. എന്നിട്ട് നമുക്കത് വറുത്തെടുക്കണം. പൂരി ഞാൻ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നല്ല ഗോൾഡനായിട്ട് നമുക്ക് പൊങ്ങി വരുന്ന പൂരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം ഞാൻ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മസാലയും നമ്മുടെ പൊട്ടറ്റോ മസാലയും നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചായയും കൂടെ ഇടാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ്. ചായയും കൂടെ നമുക്ക് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. സാധാരണ എല്ലാവർക്കും ഇഷ്ടമാണ് പൂരി, അതുകൊണ്ട് ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ.
നല്ല ടേസ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങൾക്കായാലും എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെ ആകാം. നമ്മുടെ ഹോട്ടലിൽ അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ചൂടോടുകൂടി അത് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിച്ച് നോക്കിയാലോ? സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞല്ല, നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബായ്.